കാറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കടലിൽ പോയാലും തിരമാല കൂടുതലായിട്ട് കാണുന്നു. അവിടെ ഇരുന്ന സമയത്ത് ഒരു ചുഴലിക്കാറ്റുണ്ടായി. അന്ന് കട്ടമരായിരുന്നു. അങ്ങനെയൊക്കെ വലിയ അപകടങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുനാമി. കടലിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴേ ഒത്തിരി ഉള്ളിലേക്ക് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ അപകടം മണക്കുമല്ലോ. അപകടം മണക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന കണക്കുപോലെ തന്നെ പടിഞ്ഞാറ്. അതാണ് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്. കാറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കടലിൽ പോയാലും തിരമാല കൂടുതലായിട്ട് കാണുന്നത്. കാറ്റാണ് എല്ലാത്തിനും പ്രശ്നം. കാറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ 300 നോട്ടിക്കൽ പോയാലും ഈ തിരമാല ഒരേ കണക്ക് പോലെ തന്നെ വരും. എപ്പോഴെങ്കിലും നേർക്ക് നേർ കണ്ട അനുഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഞങ്ങൾ തന്നെ 5 തെങ്ങ് ഷിപ്പിലിരുന്ന സമയത്ത്, അവിടെ ഈ ഷിപ്പ് താന്ന് കിടക്കുന്ന സമയത്ത്, നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഇരുന്ന സമയത്ത് ഒരു ചുഴലിക്കാറ്റുണ്ടായി. അന്ന് കട്ടമരായിരുന്നു. കട്ടമരത്തിൽ പോകുന്ന ടൈമിനാണ്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് കരയെത്തണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് വന്ന് അങ്ങനെയൊക്കെ തുഴഞ്ഞ് അങ്ങനെയൊക്കെ അത് പിന്നെ വലിയ കാറ്റായി മാറി. അങ്ങനെയൊക്കെ വലിയ അപകടങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുനാമി, ഓഗി, ഇതിനൊക്കെ എല്ലാം നമ്മളെ മത്സ്യത്തൊഴിലാളികളെല്ലാം കടലിലാണ്. ഞാനും കാരണം ഈ രണ്ട് സംഭവത്തിനും കടലിലാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് മേളിലായ ഒരാൾ വിചാരിക്കണം. ജന്മം തരുന്നത് അവിടെ നിന്നാണ്, ഇല്ല ജീവൻ തരുന്നത് അവിടെ നിന്നാണ്, ജീവൻ എടുക്കുന്നതും അവിടെ നിന്നായിരിക്കും. ദൈവവിശ്വാസം അപ്പം എത്രത്തോളം ഒരു ദൈനംദിന ജീവിതത്തിൽ ഈ മത്സ്യബന്ധനത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകും. ജോലിക്ക് പോകുമ്പോഴൊക്കെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ഏത് മതസ്ഥരായിരുന്നാലും അവരവരുടെ ദൈവത്തോട് നമ്മൾ ഏത് ഇതിലായിരുന്നു, നമ്മൾ ഒരു ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താ, ഇപ്പം നമ്മൾ ഞാൻ ക്രിസ്ത്യൻസായതുകൊണ്ട് നമ്മൾ ആരെ വിളിക്കുന്നത്, നമ്മുടെ യേശുവിനെ വിളിക്കുന്നു. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതുണ്ട്, മതമുണ്ട്, അവർക്ക് അവരവരുടെ ദൈവത്തെ വിളിക്കും, സ്വാതന്ത്ര്യമുണ്ട്.